അങ്ങനെ ഹൈപ്പർ മാർക്കറ്റിൻ്റെ മുന്നിലെത്തി. ഒരു ഉത്സവപ്പറമ്പിൽ വരുന്ന തിരക്കാണ്. എന്ന് വന്നാലും ലുലുവിൽ ഭയങ്കര തിരക്ക്. എന്തായാലും സാധനം മേടിച്ച് പെട്ടെന്ന് ഇവിടുന്ന് ഒന്ന് നമ്മൾ സ്ഥലം വിടണം. ലുലുവിനകത്തുള്ള തിരക്ക് കണ്ടോ. നമ്മൾ ഇങ്ങോട്ടും അങ്ങോട്ടും നോക്കിക്കഴിഞ്ഞാൽ ഒരു മോളിൽ വന്നു കഴിഞ്ഞാൽ തിക്കി തിരക്കി ആൾക്കാർ പോകുന്ന പോലെ ഒരു ചില ഉത്സവപ്പറമ്പിൽ വന്ന പോലെയുണ്ട്. പക്ഷേ കടകളൊക്കെ കാലിയാണ്. നമ്മളിവിടുന്ന് ഇപ്പോൾ നടന്നു പോയിട്ട് ആ റിസോർട്ടിലോട്ടൊന്ന് കയറി നോക്കിക്കഴിഞ്ഞാൽ അവിടെ 3 പേരും എംപ്ലോയീസാണ്. ഒന്നും വേണ്ടതേ ആ ഒരു ബ്യൂട്ടി പ്രോഡക്റ്റുകളുണ്ടല്ലോ, അത് ആ ക്രീമൊക്കെ മേടിക്കുന്ന അവിടെ തന്നെ ഒരാളാണ് ഉള്ളത്. ജസ്റ്റ് അങ്ങനെ ഓരോ കടകളും. ലുലുവിൽ മാത്രം ഭയങ്കര തിരക്കും. ഇവിടെ ഇപ്പം കേരളത്തിലാണെന്ന് പറഞ്ഞാലും പറഞ്ഞു വന്നു കഴിഞ്ഞാൽ മുഴുവൻ ഹിന്ദിക്കാരാണ്. അതായത് ഹിന്ദി സംസാരിക്കാൻ അറിയാമെങ്കിൽ കേരളത്തിൽ സർവൈവ് ആവുമെന്നുള്ളൊരു കണ്ടീഷനിലോട്ട് എത്തി. റെസ്റ്റോറൻറ്റിൽ ചെന്ന് കഴിഞ്ഞാൽ മലയാളം അറിയില്ല, ഹിന്ദി പറയണം. മിക്കവാറും സർവീസ് ചെയ്യുന്നവരെല്ലാം ഹിന്ദിക്കാരാണ്. ഇപ്പം നമ്മളൊരു തലമുടി വെട്ടാനൊരു പാർലറിലൊക്കെ ചെന്ന് കഴിഞ്ഞാൽ അവിടെയെല്ലാം ഹിന്ദിക്കാരാണ്. എല്ലാവരും വന്നിട്ട് നോർത്ത് ഈസ്റ്റ് സൈഡിലുള്ള ആൾക്കാരാണ്. അങ്ങനെ മൊത്തത്തിൽ പറയുകയാണെന്നുണ്ടെങ്കിൽ കേരളം ഇപ്പം ഒരു നോർത്ത് ഇന്ത്യക്കാരുടെ സർവീസുള്ള ഒരു പ്ലേസായി മാറി. മലയാളികൾ ഉണ്ടെന്ന് നമുക്ക് പറയാം ഇപ്പം. പക്ഷേ കുറച്ച് കഴിയുമ്പോഴത്തേക്കും അതിൻ്റെ അളവ് ഇനിയും കുറയാനുള്ള സാധ്യതയാണ് കാണുന്നത്. എല്ലാം ഓൾമോസ്റ്റ് കാലിയാണ്. എല്ലാ ഷോപ്പും ഇതുപോലെ. ഇവർ ചുമ്മാ കാണാൻ വരുന്നതാണെന്ന് മനസ്സിലാകുന്നില്ല. ഭയങ്കര തിരക്ക്. പക്ഷേ ഫുഡ് കോർട്ടൊക്കെ ഭയങ്കര തിരക്കാണ്. പക്ഷേ ഇതുപോലെ ഇതാണ്ട് പ്യൂമ, അതുപോലെ തന്നെ ഈ കൊളംബിയ, ഇവിടെ ഒന്നും ആൾക്കാർ ഇല്ല, ആരും ഇല്ല ഇവിടെ. കസ്റ്റമേഴ്സ് ഇല്ല. വരുമായിരിക്കും കസ്റ്റമർ, പക്ഷേ വളരെ എംപ്റ്റി ആയിട്ടാണ് കാണുന്നത്. ഈ സമയത്തൊക്കെ കസ്റ്റമർ കാണേണ്ടതാണ്, പക്ഷെ കസ്റ്റമറെ കാണുന്നില്ല. ഇവരൊന്നും കാര്യമായിട്ട് ഷോപ്പ് ചെയ്യാനല്ലെന്ന് തോന്നുന്നു. ഈവൻ അമേരിക്കൻ ടൂറിസ്റ്റിൽ പോലും ആരുമില്ല. അവിടെ ഓഫർ കൊടുത്തിട്ട് പോലും ഇവിടുന്ന് കാര്യമായിട്ട് ആൾക്കാരെ കണ്ടില്ല. ഞാൻ ഇതുവഴിയൊക്കെ ഒരു മണിക്കൂറായിട്ട് ഇങ്ങനെ നടക്കുന്നുണ്ട്. പക്ഷെ ഒന്നിലും ഷോപ്പുകളിലൊന്നും നല്ല കാര്യമായിട്ട് ക്ലയൻസ് ഇല്ല. ഇനി നമുക്ക് തോന്നുന്നതാണെന്നറിയില്ല. ഇന്നലെ എനിക്കത് ഫീൽ ചെയ്തായിരുന്നു. അപ്പം അങ്ങനെയൊക്കെ ആകുമ്പോൾ അവർക്ക് നഷ്ടം വരും. ചിലപ്പോൾ സീസണിൽ നല്ല കച്ചവടം ചെയ്താൽ അതിനെ അവർ കവറപ്പ് ചെയ്യുമായിരിക്കും. നല്ല തകർപ്പൻ മഴയാണ് പെയ്യുന്നത്. അപ്പം ചൂടിനൊരു ശമനം ഉണ്ടാകാനുള്ള സാധ്യത ഉണ്ട്. വന്ന അന്നത്തെ ചൂടല്ല ഇപ്പോൾ 2 ദിവസം കഴിഞ്ഞപ്പോഴത്തേക്കും ഇവിടെ ഉള്ളത്. ഇപ്പം ഇവിടെ നിൽക്കുമ്പോൾ ഒരു തണുത്ത കാറ്റും നല്ലൊരു പ്ലീസിങ് ക്ലൈമറ്റാണ് ഇപ്പം ഫീൽ ചെയ്തത്. കാറ്റൊക്കെ ആയിട്ട് ഇടിയൊക്കെ ഉണ്ട്, ഇടിയും. കേരളത്തിൽ എല്ലായിടത്തും മഴ ഉണ്ടാവുമെന്ന് തോന്നുന്നു, അറിയില്ല. ഇവിടെ പക്ഷേ മഴയുണ്ട്. എറണാകുളം ലുലുവിൻ്റെ ഉള്ളിൽ കയറി എൻട്രൻസിൽ തന്നെയായിരുന്നു ഈ പ്രോഗ്രാം നടന്നുകൊണ്ടിരുന്നത്. ഒരു രസകരമായിട്ട് തോന്നി. അപ്പോൾ അവിടെ തന്നെ അങ്ങ് നിന്ന് ഇത് കണ്ടുകൊണ്ട് നിന്നു കുറച്ച് നേരം. ഭയങ്കര ക്രൗഡായിരുന്നു. എല്ലാ ഫ്ലോറിലും ഇത് കാണാൻ നല്ല വ്യൂവേഴ്സ് ഉണ്ടായിരുന്നു. മേലോട്ടൊക്കെ ഞാൻ നോക്കുമ്പോൾ അവിടെ എല്ലാം ഇങ്ങനെ ആൾക്കാർ താഴോട്ട് നോക്കി നിൽക്കുകയാണ്. ഇവിടെ ഇങ്ങനെ നമുക്ക് വേണമെങ്കിൽ കസേരയിലൊക്കെ പോയി ഇരിക്കാം. അവർ ആദ്യം നമ്മളെ അങ്ങോട്ട് വന്നിരുന്നോളാനൊക്കെ പറഞ്ഞായിരുന്നു. അപ്പം പബ്ലിക്കിന് വേണ്ടിയുള്ള പ്ലേസ് തന്നെയാണിത്. അങ്ങനെ ഇത് കണ്ട് കുറേ നേരം ഇങ്ങനെ നിന്നതിന് ശേഷം പിന്നെ തോന്നി ഓക്കെ നമുക്കിപ്പോൾ ഇവിടുന്ന് ഒന്ന് മൂവ് ചെയ്യാം, അകത്തോട്ട് പോകാമെന്ന്. അപ്പം എനിക്ക് തോന്നുന്നു മാക്സിമം ക്രൗഡ് ഇപ്പം ഈ ഫ്രണ്ട് ഏരിയയിൽ വന്നിട്ടുണ്ട്. അപ്പം ഇനി അകത്തോട്ട് അധികം ക്രൗഡ് ആകുന്നതിന് മുമ്പ് നമ്മൾ പോയിട്ട് ജസ്റ്റ് ഒന്ന് എന്തെങ്കിലും അവിടുന്ന് വാങ്ങാനുണ്ട്, ഇല്ല ഫുഡും എല്ലാം കഴിക്കാനുണ്ടല്ലോ, കഴിച്ചിട്ട് ഇവിടുന്ന് മൂവ് ചെയ്യാമല്ലോ എന്ന് വിചാരിച്ചിട്ട് ഇവിടെ നിന്ന് പോകണമെന്ന് വെച്ചിങ്ങനെ നിൽക്കുന്നു. നമ്മുടെ ഒരു റിലേറ്റീവ് ഇവിടെ ഇതിൻ്റെ ഭാഗമായിട്ട് ഇവരെയൊക്കെ ഡിസൈൻ ചെയ്യിപ്പിക്കുന്ന ഇതിലോട്ടൊക്കെ ഉണ്ട്. അപ്പം
അവിടെ അതിൻ്റെ ബാക്ക് സൈഡിലൊക്കെ ഒന്ന് പോയി നോക്കി, അങ്ങനെ കണ്ടു ആളെ. പിന്നെ ഇവിടുന്ന് പോയ ആളാണ്. ഞങ്ങളിവിടെ കുറേ നേരമായിട്ട് നോക്കുമായിരുന്നു അദ്ദേഹം അവിടെ ഉണ്ടോ. അങ്ങനെ കണ്ടുപിടിച്ചു, ആളവിടെ ഉണ്ടായിരുന്നു. ഇതൊക്കെ ഈ പറഞ്ഞ മാതിരി ഓരോ പെയ്ഡ് പ്രൊമോഷൻ അങ്ങനെ എന്തൊക്കെ ആയിരിക്കാം ഈ ഫാഷൻ ഇവരുടെ ഉദ്ദേശം. ഇത് പേയ്മെൻറ്റ് ലുലുവിന് കൊടുത്തിട്ട് ഓരോ പ്രോഡക്റ്റിനെയും പ്രൊമോട്ട് ചെയ്യുന്നൊരു സംഭവമാണ്. അപ്പം കുറേ ഈ ഫാഷൻ ഷോയിലൊക്കെ പോകുന്ന ആൾക്കാരാണ് ഇതിന് വരുന്നത്. അപ്പം ഇവർ പേയ്മെൻറ്റിൽ ചെയ്തൊക്കെ ആയിരിക്കാം വരുന്നത്. ചിലെല്ലാം നല്ല ഒരു പ്രൊഫഷണൽ ഒരു ഇതൊക്കെ കാണിക്കുന്നുണ്ട് ഇതിനകത്ത്. അവരുടെ ആ ഒരു സ്റ്റൈലും കാര്യങ്ങളൊക്കെ കാണുമ്പോൾ അറിയാം അവർ ജസ്റ്റ് ഈ ഷോ പല ഭാഗങ്ങളിലും ഇതുപോലത്തെ പല കാര്യങ്ങളും ഇവർ ചെയ്യുന്ന ആൾക്കാരാണ്. അങ്ങനെ ഇത് കഴിഞ്ഞ് നമ്മൾ മുന്നോട്ട് പോവുകയാണ്. അപ്പോൾ നമുക്കിനി അടുത്ത കുറച്ച് ലുലുവിലെ വിശേഷങ്ങളുമായിട്ട് വരുന്നത് വരെ ഈ വീഡിയോ നമുക്ക് അവസാനിപ്പിക്കാം.